എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ തകർന്ന തരിപ്പണമായി പോവാണ് പിങ്കി. അവസാന പ്ലാനും പൊളിഞ്ഞ് പാളീസായി പോയി. കാരണം പവിത്ര അവളാണ് എല്ലാം നശിപ്പിച്ച് ആ പാല് പവിത്രയെ കൊടുത്തുവിട്ട. അവൾ എന്തിനാ അത് കുടിച്ച്? അതൊക്കെ ഓർത്തപ്പോ പിങ്കിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. ഇനിയിപ്പം ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അവര് പാതിരാത്രി ആഘോഷിക്കാൻ തുടങ്ങിക്കാണും. അങ്ങനെ തകർന്ന മനസ്സോടു കൂടിയാണ് പിങ്കി മുറിയിലേക്ക് കയറിപ്പോകുന്നത്. അങ്ങനെ കയറിപ്പോകുന്ന പിങ്കി ഗൗതമിന്റെ നന്ദയുടെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ അതിന്റെ അകത്തുള്ള സംസാരവും കുഞ്ചിക്കൊഴിയിലെല്ലാം കേട്ടു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞ പിങ്കിയുടെ സർവ്വ നിയന്ത്രണം വിട്ടു പോവാണ്. ഇത്രയും കാലം താൻ മനസ്സിൽ കരുതി വെച്ചിരുന്ന ആ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി. തന്റെ സ്വപ്നങ്ങളെല്ലാം അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാ മുറിയിലേക്ക് എന്ന് കയറുന്നേ. ഈ സമയം അർജുൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിങ്കിയുടെ മുഖം കടുപ്പിച്ച് ചോദിച്ചു, എന്താ പിങ്കി, നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിവലെന്ന് ചോദിക്കണം. അതെ, എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ഓ, ഇനിയിപ്പം ഗൗതമേട്ടൻ നന്ദയടത്തിലെ ആദ്യരാത്രി അതേക്കുറിച്ച് ഓർത്താണ് നിനക്ക് ടെൻഷൻ. എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലെന്ന് പറയാം. അതെ, നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ പിങ്കി. എത്ര കാലങ്ങളായി അവര് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. വല്യമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കുഞ്ഞ് അത് ഈ ഇന്ത്യവരത്തിൽ ഉടനെ തന്നെ ഉണ്ടാവുക. എനിക്ക് ഏറ്റവും വലിയ എന്റെ ആഗ്രഹം അത് മാത്രമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. ഇതും കൂടെ കേട്ടപ്പോ പിങ്കിക്ക് വല്ലാത്തൊരു ദേഷ്യമായിപ്പോയി. അതല്ലേലും അങ്ങനെയാണല്ലോ. അർജുൻ എപ്പോഴും നന്ദയുടെ ഗോത്തിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അതെ, അതങ്ങനെ തന്നെയാ. നന്ദയടത്തിയാണല്ലോ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നേ. അതുകൊണ്ട് എനിക്ക് നന്ദയടത്തിയോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമുണ്ടെന്ന് പറയാം. അല്ലേലും നമ്മുടെ ജീവിതത്തെ കുറിച്ച് അർജുൻ ഒരു ഇതില്ലോ. അതങ്ങനെയല്ലേ പിങ്കി, നീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നേ? അപ്പൊ അതേപോലെയല്ലേ നിനക്ക് തിരിച്ചു എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് അർജുൻ പറയണം. ഇത് കേട്ടൻ പിങ്കിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതെ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് കയറി കിടക്കുക. പിങ്കി കയറി കിടന്നുള്ളൂ. പക്ഷെ പിങ്കിയുടെ മനസ്സ് വല്ലാത്തൊരു ആദ്യമായിരുന്നു. കാരണം മനസ്സ് മുഴുവൻ അവിടെയാ. പക്ഷെ അർജുന്റെ അടുത്തത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിങ്കി തല വഴി പുതപ്പിട്ട് മൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കാം. കണ്ണൊന്നും അടയ്ക്കാൻ പോലും പിങ്കിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴേ ഗൗതമിന്റെ അളകനന്ദയുടെ മുഖമായിരുന്നു പിങ്കിയുടെ ഉള്ളിൽ വരുന്നത്. ഈ സമയം ഗൗതമൻ നന്ദയും കൂടെ മുറിക്കുള്ളിൽ അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കുമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഇത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പോലും നന്ദയും ഗൗതം പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അങ്ങനെ നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ഗൗതം കോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഓഫീസിൽ നിന്നാ വിളിക്കണേ. സാറൊക്കെ വിളിക്കണേ. പെട്ടെന്ന് എന്താ സാർ, എന്താ കാര്യം ചോദിക്കണം. അല്ല, ഈ സമയത്ത് ഗൗതത്തിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണമെന്ന് പറയണേ. എന്താ കാര്യം സാർ? അല്ല, ഗൗതം എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ വന്നിട്ട് പറയാം. ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലത്. അതൊക്കെ നേരിട്ട് കണ്ട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയണം. ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ വരാന്ന് പറയണം. നന്ദ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗൗതം സാറിന് ചോദിക്കണം. അല്ല, ഓഫീസിൽ നിന്ന് വിളിച്ച പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. മേലുദ്യോഗസ്ഥനെ വിളിച്ചെന്ന് പറയണം. ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി. അല്ല, ഈ സമയത്ത് അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് റെഡിയായി പോക്കോളാം. രാവിലെ നീ അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ഗൗതം റെഡിയായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പിങ്കി രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ല. നേരം വെളുക്കാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ നേരം വെളുത്ത് പിങ്കി താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് അടുക്കളയില് ലക്ഷ്മിയമ്മയും പവിത്രയും മോഹിനിയൊക്കെ ഭയങ്കര ചർച്ചയിലായിരുന്നു. അപ്പൊ ലക്ഷ്മിയമ്മ പറയാം, എന്നാലും ഏട്ടത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യവരത്തിലൊരു കുഞ്ഞ്. ഞാൻ ഇത്രമാത്രം ഏട്ടത്തിൽ മാറ്റം ഉണ്ടാ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇനിയിപ്പം ഗൗതമിന്റെ നന്ദയുടെ ആദ്യരാത്രിയെ കഴിഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിക്കാല് ഈ വീട്ടിൽ വരും. ഉടനെ തന്നെ അത് നടക്കുമെന്ന് പറയാം. പവിത്രനും ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ നന്ദേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകട്ടെ. എനിക്കും ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനായിട്ട് ഇഷ്ടമെന്ന് പറയണം. ഈ സമയം ലക്ഷ്മി ചോദിച്ചു, അല്ല കല്യാണം കഴിച്ചിട്ട് കുറെ നാളായല്ലോ പവിത്രേ, നിനക്ക് ആഗ്രഹങ്ങളും ഇല്ലേന്ന് ചോദിക്കോ. അല്ല അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് പവിത്ര ഇങ്ങനെ ഒരുമാതിരി ഒഴിഞ്ഞു മാറുവാണ്. ഈ സമയം മോഹിനി പറഞ്ഞു, ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവള് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്ന സാധനമോ, ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ ലക്ഷ്മി അടുത്തെന്ന് പറയാം. ഇതൊക്കെല്ലാം കേട്ടോണ്ട് പിങ്കി അങ്ങോട്ട് വരുന്നേ. പിങ്കിക്കാണ് ഒട്ടും സഹിക്കാത്ത കാര്യമായിരുന്നു. ഗൗതമിന്റെ നന്ദയുടെ ആദ്യരാത്രി കഴിഞ്ഞെന്ന് ആ കേട്ട് കഴിഞ്ഞപ്പോ അത് മാത്രമല്ല ഉടനെ തന്നെ ഒരു കുഞ്ഞിവിടെ വരുമെന്ന് കേട്ടതും ആകപ്പാടെ സമുദ്രം എത്തുന്ന പോലെ തോന്നി. പിങ്കി വന്നിട്ട് പറഞ്ഞു, എന്താ ഇത്ര സന്തോഷിക്കാനായിട്ടെന്ന് ചോദിക്കാം. ലക്ഷ്മിയമ്മ പറഞ്ഞു, എങ്ങനെ സന്തോഷിക്കാതിരിക്കും, ഗൗതമന്റെ നന്ദമോടെ ആദ്യരാത്രി കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. അതിനിപ്പോ എന്താ, കല്യാണം കഴിഞ്ഞ് അതൊക്കെ നടക്കുന്നല്ലേ, അതിന് ഇത്രമാത്രം സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കുക. എന്താ പിങ്കിമോളെ നീ ഇങ്ങനെ പറയണേ? ഇത് കേട്ട് കഴിഞ്ഞ് പിങ്കി മറുപടി ഒന്നും പറഞ്ഞില്ല. പിങ്കി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല പിങ്കി ചേച്ചി, ഇന്നലെ പിങ്കി ചേച്ചി എനിക്ക് പാലിനകത്ത് എന്നാ കളിക്ക് തന്നേന്ന് ചോദിക്കാം. എന്ത് കളിക്ക് തന്ന്? എനിക്കറിയാം
ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്നലെ പിങ്കി ചേച്ചി എനിക്ക് പാലിനകത്ത് ഉറക്ക ഗുളിക തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയത്. നേരം വെളുത്ത് എഴുന്നേറ്റ് അടുക്കള ചെന്നപ്പോല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നോട് ലക്ഷ്മി അമ്മയും കൂടെ പറഞ്ഞു. അപ്പൊ ഗൗതമേട്ടൻ നന്ദേടത്തിയുടെ ആദരാത്രി മുടക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേന്ന് ചോദിക്കാം. ഇതേ പവിത്രേ, നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യം പറഞ്ഞാലല്ലോ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, എനിക്ക് മനസ്സിലായെന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. പവിത്ര ഇറങ്ങി വന്നപ്പോ പവിത്രയുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്തിനാ പവിത്ര നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അല്ല അത് പിന്നെ അതുള്ള കാര്യല്ലേ ലക്ഷ്മിയമ്മയെന്ന് ചോദിക്കാം. അതെ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറയാണ്. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് വേണം ഇനിയിപ്പൊ അർജുനും കൂട്ടി പോകുമെന്ന് പറഞ്ഞൊരു ഭീഷണി കൊടുക്കാനായിട്ട്. ഇത് കേട്ട പവിത്ര പറഞ്ഞു, പിന്നെ അർജുനേട്ടൻ നല്ല പോക്ക് പോയതാ, അർജുനേട്ടൻ അങ്ങനെ പോകത്തൊന്നും ഇല്ല. അർജുനേട്ടന്റെ സ്വഭാവം ഇതിലായിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഈ സമയം തകർന്ന മനസ്സോടുകൂടി പിങ്കി നേരെ ഗൗതമിനെ നന്ദയുടെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ആദ്യരാത്രി ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ ചെന്നങ്ങ് നോക്കുമ്പത്തേനും കഥ പകുതി തുറന്നു കിടക്കുന്നു. ഇതെന്താ കഥ തുറന്നു കിടക്കുന്നേ? പതുക്കെ പിങ്കി എന്ത് ചെയ്യാണ്, കഥ ബാക്കി കൂടെ അങ്ങ് തുറന്ന് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ ഗൗതമിനെയും നന്ദേനെയും കണ്ടില്ല. രണ്ടുപേരും കൂടെ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത് എങ്ങോട്ട് പോയി? ആകെപ്പാട് ടെൻഷനായിപ്പോയി പിങ്കിക്ക്. അങ്ങനെ പിങ്കി നോക്കിക്കഴിയുമ്പോ ബെഡെല്ലാം കൂടെ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ചുരുണ്ടുകൂടി കിടക്കണം. അത് മാത്രമല്ല നന്ദയുടെ തലയിലെ മുല്ലപ്പൂവൊക്കെ അവിടെ ഇവിടെ ചെറിയ കിടക്കുന്നു. പിങ്കിയെ സംബന്ധിച്ചോളം അതെന്ന് പറയുമ്പോൾ സമനില തെറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കണ്ടത്. ഈ സമയം നന്ദ ഇതൊന്നും അറിയത്തില്ല, അത് ബാത്റൂമിലായിരുന്നു. പിങ്കി എന്ത് ചെയ്യണം, ആ ബെഡ്ഷീറ്റും ഇതെല്ലാം കവർ എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചു വാരിങ് എടുക്കുവാണ്. എന്നിട്ട് അതുമായിട്ട് പുറത്തേക്ക് ഒരു പോക്കം കൂടെ പോവാണ്. എന്താ ചെയ്തേ, എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും പിങ്കിക്ക് ഒരു നിമിഷം പിങ്കിക്ക് ബോധം ഉണ്ടായില്ല. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ നന്ദ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. ബാത്റൂമിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞപ്പോ ഷീറ്റ് ഒന്നും കാണുന്നില്ല. ഇതെന്ന് ഇവിടെ കിടന്ന് ഷീറ്റ് എന്തിയേ? ഇതെങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായത് ആരോ എടുത്തോണ്ട് പോയതാ. അന്നെങ്കിൽ മിക്കവാറും ലക്ഷ്മിയമ്മയാണോ? ലക്ഷ്മിയമ്മ ഒന്നത് എടുത്തോണ്ട് പോകാൻ ചാൻസ് ഇല്ലോ എന്നോർത്തോണ്ട് നേരെ നന്ദ അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയം പിങ്കി എന്ത് ചെയ്യാണ്, അകത്ത് പോയി കുറച്ച് മണ്ണെണ്ണ എടുത്തോണ്ട് വന്നിട്ട് ആ ബെഡ്ഷീറ്റിലേക്ക് അങ്ങോട്ട് ഒഴിക്കുമായിരുന്നു, ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോണ്ടാണ് നന്ദ അങ്ങോട്ട് ഓടി വരുന്നത്. നന്ദ വന്നപ്പം ആ ബെഡ്ഷീറ്റ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കുന്ന പിങ്കിനെയാണ് കാണുന്നത്. നന്ദ ഓടി അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് പിങ്കി നീ എന്ത് പരിപാടിയായി കാണിക്കണേന്ന് ചോദിക്കുക. എന്ത് പരിപാടി കണ്ടില്ലേ, ഇത് കത്തിക്കാൻ പോവാ, ഇത് ഞങ്ങളുടെ ബെഡ്ഷീറ്റല്ലേ, നിന്നോട് ആരാ ഞങ്ങളുടെ മുറി കയറാൻ പറഞ്ഞേ, ഈ ബെഡ്ഷീറ്റ് എടുക്കാൻ ആരാ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും, ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കണം. ഞാൻ ആരാന്നോ എന്ന് പറഞ്ഞ ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് പിങ്കിക്കിട്ട്. പിങ്കി അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. നീ മേലാല് ഞങ്ങളുടെ മുറി കയറിപ്പോല്, മുമ്പ് തൊട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന കാര്യം അത് എന്ന് പറഞ്ഞിട്ട് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം അത് പിങ്കിക്ക് കത്തിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ നന്ദ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പിങ്കിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് നന്ദയോട് പിങ്കി പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. നന്ദ പറഞ്ഞു, എന്ത് കാണിച്ചു തരാനാ? നിന്റെ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായല്ലേ പിങ്കി, നീ ഇപ്പോഴും അർജുന്റെ ഭാര്യ, ആ ഒരു ചിന്തയോട് ജീവിക്കാൻ നോക്ക്. ഗൗതമേട്ടൻ എന്തിയാ, ഞങ്ങൾ തമ്മിലുള്ള ആദ്യരാത്രിയെ കഴിഞ്ഞു, നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു. ഇനിയിപ്പൊ നീ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല, ഓരോ ചേഷ്ടകളെ കാണിച്ചു കൂട്ടണ്ട, നീ കയറി പോകാൻ നോക്ക് പിങ്കി എന്ന് പറയാണ്. പിങ്കിക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിങ്കി അത് പ്രതീക്ഷ കാര്യമില്ല. പിങ്കി എന്ത് ചെയ്യണം, ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി പോയിട്ട് മുറിയിലേക്ക് കയറി അങ്ങോട്ട് കഥ കടിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഷവറിന്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുക. ഈ സമയത്ത് അർജുൻ ഉണർന്നിരുന്നില്ല. അർജുൻ നല്ല ഉറക്കമായിരുന്നു. ഷവറിന്റെ ചോട്ടിൽ നിന്ന് തലയും കൂടെ തണുപ്പിക്കുകയാണ്. പിങ്കിക്ക് രോഷവും കൊണ്ട് ആളി കത്തുവാണ്. ഇത്രയും കാലം പ്രതീക്ഷയോട് കാത്തിരുന്ന, പക്ഷെ തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും തനിക്ക് ഗൗതത്തിനെ കിട്ടത്തില്ല. ഗൗതവും അവളും ഒന്നായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാവും. അങ്ങനെയും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദ ഒരിക്കലും ഗൗതമിനെ പിരിഞ്ഞു പോകത്തില്ല. അത് മാത്രമല്ല അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയോ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ ഓർത്തപ്പോ സമനില തെറ്റുന്ന പോലെ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ഫുൾ വിശേഷം വരുന്നുള്ളൂ കേട്ടോ. ഫുൾ വിശേഷം വരുമ്പോൾ ഉച്ചയ്ക്ക് ആകുമായിരിക്കും. അത് എപ്പോ വന്നാലും ആ സമയത്ത് തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.